പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ പുതിയ മാന്ത്രിക നോവലിൻ്റെ തുടക്കമാണ്. 4-ാം യാമം എന്നാണ് മാന്ത്രിക നോവലിൻ്റെ പേര്. വളരെ രസകരമായി പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയാണ് ഈ മാന്ത്രിക നോവൽ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോകാം. 4-ാം യാമം, അധ്യായം 1. 7:30 വെളുപ്പിനുണർന്നു. 7 വട്ടം മുങ്ങിപ്പൊങ്ങി ഈറനോടെ കയറി വന്ന് ചിതാഭസ്മ ശകലം കയ്യിലെടുക്കുമ്പോൾ ഗുരുജിയുടെ വാക്കുകളായിരുന്നു ഹരിശങ്കറിൻ്റെ ചെവികളിൽ. രാവിൻ്റെ തണുപ്പ് അറിഞ്ഞില്ല, തണുപ്പിൻ്റെ കുളിരണിഞ്ഞില്ല. ഏകാഗ്രമായ മനസ്സിൽ ഇപ്പോൾ ഏക ചിന്ത, ഏക ലക്ഷ്യം. കലശം കയ്യിലെടുക്കുന്ന നേരം മുതൽ നീ ജാഗ്രതയോടെ ഇരിക്കണം. കയ്യിലെടുത്ത കലശം താഴെ വെക്കേണ്ടത് പാപനാശത്തിലെ മണൽപ്പരപ്പിൽ മാത്രം. കലശം തുറക്കുന്നതിന് ചിതാഭസ്മം തിരകളിൽ ഒഴുക്കുമ്പോൾ മാത്രവും. അതിനു മുമ്പ് നിന്റെ കരസ്പർശമില്ലാതെ ഒരര വിനാഴികയെങ്കിലും കലശം ഇരുന്നാൽ അതിൻ്റെ ഫലം പ്രവചനാതീതമായിരിക്കും. എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതുപോലെ ചെയ്യുക. വിജയത്തെക്കുറിച്ച് ഉത്കണ്ഠയേ വേണ്ട. ഹരിശങ്കറിന് യാതൊരു ഉത്കണ്ഠയും ഉണ്ടായിരുന്നില്ല. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിരുന്നു. ഇനിയുള്ളതും അങ്ങനെ തന്നെയായിരിക്കും. ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ചിതാഭസ്മ ശകലവുമായി വർക്കലയിലേക്ക് തിരിക്കുകയാണ് ഞാൻ. ജഗന്നാഥ ക്ഷേത്രത്തിന് താഴെ കടലിൻ്റെ ഓരത്ത് തിരവന്നു കയറുന്നതിനാലും 14 ചൂട്ടടി മുന്നിലെത്തി നിൽക്കണം. തൊട്ടു വലതുഭാഗത്ത് ആദ്യം കാണുന്ന പരികർമ്മിയിൽ നിന്നും ഉപദേശവും വാങ്ങി വീണ്ടും 7 ചുവട് കൂടി മുന്നോട്ട് വെക്കണം. കലശത്തിൻ്റെ മൂടി തുറക്കാം. പിന്നെയും 7 ചുവടുകൾ. അപ്പോൾ തിരമാല കൈകൾ തൻ്റെ പാദത്തിലും സ്പർശിച്ചിട്ടുണ്ടാവും. കലശം പൂർണ്ണമായും തുറക്കുക. കലശവുമായി കടലിൽ മുങ്ങുക. തിരമാല കൈകളിലേക്ക് ചിതാഭസ്മ ശകലം സമർപ്പിക്കുക. പരേതാത്മാവിന് നിത്യസ്വർഗമാണ് ഫലം. അമ്മാവന് ഇന്ന് താൻ സ്വർഗവാതിൽ തുറന്നു കൊടുക്കുന്നു. ഓർത്തപ്പോൾ ഹരിശങ്കറിൻ്റെ മേലാസകലം കുളിരുകോരി. കൊളുത്തിവെച്ച നിലവിളക്കിന് മുന്നിൽ നിന്നും 101 വട്ടം ഉരുവിടേണ്ട മന്ത്രശ്ലോകം ചൊല്ലി. അലക്കിയ കാവ്യമുണ്ടെടുത്തു. ഉത്തരീയം കെട്ടി. ഇല്ലത്താരും ഉണർന്നിട്ടില്ല. അത് ഭാഗ്യം. അല്ലെങ്കിൽ അമ്മാവൻ്റെ പുണ്യം. ചിതാഭസ്മ കലശവുമായി താൻ യാത്ര തിരിക്കുന്നത് ആരും കാണാതിരിക്കട്ടെ. അത് ഗുരുജിയുടെ ഉപദേശമായിരുന്നു. നീ ചെയ്യുന്നത് നീ മാത്രം അറിഞ്ഞാൽ മതി. എല്ലാവർക്കും വേണ്ടിയാണ് നീ ഇത് ചെയ്യുന്നതെന്ന് അമ്മാവൻ്റെ ആത്മാവെങ്കിലും തിരിച്ചറിയുന്നുണ്ടാവും. അത് മതി നിനക്ക്. ചിതാഭസ്മം പാപനാശത്തിൽ തന്നെ ഒഴുക്കണമെന്നതും ഗുരുജിയുടെ നിർദ്ദേശമായിരുന്നു. അത് ഈ ഗ്രാമത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെടണമത്രേ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെന്ന് ഗുരുജി പറഞ്ഞില്ല. ഗുരുജിയുടെ ഉള്ളിലെന്തോ, അല്ലെങ്കിൽ അങ്ങനെ എന്താണെന്ന് ആരറിഞ്ഞു? ഹരിശങ്കരൻ നിലവിളക്ക് നോക്കി തൊഴുതു. മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. വലതു ദിശയിലേക്ക് തിരിഞ്ഞെണീറ്റ് 2 കൈയും കൂട്ടി കലശം കയ്യിലെടുത്തു. നാവിൽ മന്ത്രോച്ചാരണങ്ങൾ. പാദങ്ങൾ പുറത്തേക്ക് ചലിച്ചു. ഹരിശങ്കരൻ ഇല്ലപ്പൂമുഖം പിന്നിടുകയായി. പുലരാനിനി 7:30 രാവേയുള്ളൂ. 7:30 കോഴികൾ കൂവി തുടങ്ങുന്നതേയുള്ളൂ. തീവണ്ടി കൂവി പാഞ്ഞുകൊണ്ടിരിക്കുന്നു. പറവൂർ സ്റ്റേഷനും കഴിഞ്ഞ് വണ്ടി വർക്കലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നേരം അത്രയും ഹരിശങ്കരൻ ജാഗ്രതയോടെ തന്നെ ഇരിക്കുകയായിരുന്നു. മടിയിൽ ഭദ്രമായി ചിതാഭസ്മ കലശം. താൻ കയറിയ കൂപ്പയിൽ ഏതെല്ലാം സ്റ്റേഷനുകളിൽ നിന്നും ആരെല്ലാം കയറുകയോ ഇറങ്ങുകയോ ഒക്കെ ചെയ്തു. ഹരിശങ്കരൻ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അല്ലെങ്കിലും അതൊന്നും അവനെ സംബന്ധിക്കുന്ന കാര്യമേ അല്ലായിരുന്നു. ഇനി 20 മിനിറ്റിനുള്ളിൽ വണ്ടി വർക്കലയിലെത്തും. പരസ്പർശമേക്കാതെ വണ്ടിയിൽ നിന്നിറങ്ങണം. പാപനാശം വരെ എത്തണം. എല്ലാം ഭംഗിയായി ഒരു കടവിനെടുക്കാൻ പോകുന്നത് ആശ്വാസം. അവൻ്റെ മുഖത്ത് അത് തെളിഞ്ഞു കാണാമായിരുന്നു. തീവണ്ടി ഇറങ്ങി നടക്കാനുള്ള ദൂരമേയുള്ളൂ. അല്ലെങ്കിലും നടന്നേ പോകുന്നുള്ളൂ. ഇനി മറ്റാരും വാഹനത്തിൽ കൂടി കയറി കലശം അശുദ്ധമാക്കേണ്ട. എല്ലാം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും മധ്യാഹ്നത്തിനു മുമ്പ് നാട്ടിലേക്ക് തിരിക്കാം. ഇതൊന്നും ഇത്ര മുൻപേ ചെയ്യേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും നനച്ചതല്ല. ആയുസ്സാതെയുള്ള മരണമായിരുന്നു അമ്മാവൻ്റെത്. അമ്മാവൻ്റെ ചതിവിൽ കൊലപ്പെടുത്തിയതാണെന്ന് ഗുരുജിയും സമ്മതിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ 90 തികയും മുമ്പേ ചിതാഭസ്മം പാപനാശനത്തിൽ നിമജ്ജനം ചെയ്യണമെന്ന് കൽപ്പിച്ചതും
ആത്മാവ് അമരത്വം നേടുന്ന നാളുകളാണ് മരണം കഴിഞ്ഞ് 90 വരെയുള്ള ദിവസങ്ങൾ. അതിനു മുമ്പ് ആ ആത്മാവിന് മോക്ഷത്തിലേക്കുള്ള വാതായനം തുറന്നുകൊടുത്തില്ലെങ്കിൽ ആ ആത്മാവ് അസംതൃപ്തനായി അലയാൻ തുടങ്ങും. ഒരു സാധാരണ മനുഷ്യന്റെ കാര്യമാണെങ്കിൽ ഒന്നും ഭയപ്പെടാനുണ്ടായിരുന്നില്ല. അമ്മാവന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. അസാധാരണയിൽ അസാധാരണക്കാരനായിരുന്നില്ലേ? ശ്രീമംഗലം ഗ്രാമത്തിൽ ജീവിച്ച് അമ്മാവന് കൊതി തീർന്നിട്ടുണ്ടാവില്ല. തീവണ്ടി വർക്കല സ്റ്റേഷനിൽ നിന്നു. തനിക്ക് മുമ്പ് ഇറങ്ങാൻ തിരക്ക് കൂട്ടിയവർക്ക് വേണ്ടി കലശവും ഒതുക്കിപ്പിടിച്ച് ഹരിശങ്കരൻ വഴിയൊഴിഞ്ഞു നിന്നു. ആരും സ്പർശിക്കില്ലെന്ന് ഉറപ്പായപ്പോഴേക്കും അയാൾ പുറത്തേക്കിറങ്ങാൻ തുനിയുള്ളൂ. ഇരു കൈകളും ചേർത്ത് ഭക്ത്യാദരപൂർവ്വം പിടിച്ചു കലശം. മാടി കെട്ടാത്ത കാവ്യമുണ്ട്, തോളിൽ ഉത്തരീയം. കമ്പാർട്ട്മെന്റിന്റെ വാതിക്കലെത്തി പുറത്തേക്കിറങ്ങുമ്പോൾ ആയുമ്പോഴാണ് ഏതോ ഒരു നിയോഗം പോലെ അത് സംഭവിച്ചത്. പിന്നിൽ നിന്നും വൻ തിരക്കിൽപ്പെട്ടതുപോലെ ആരോ ഓടി വന്ന് ഹരിശങ്കരനെ മറികടന്ന് പുറത്തേക്കിറങ്ങാൻ വെമ്പി. അയാളുടെ പാദത്തിൽ ഹരിശങ്കരന്റെ വസ്ത്രാഞ്ചലം കുടുങ്ങി. ഹരിശങ്കരൻ പ്ലാറ്റ്ഫോമിലേക്ക് കാൽവെച്ച മുഹൂർത്തത്തിലായിരുന്നത്. അടിതെറ്റി പിടിവിട്ടു. ഹരിശങ്കരൻ മുന്നോട്ടാഞ്ഞു. അത് പ്ലാറ്റ്ഫോമിലേക്ക് കമന്നടിച്ചുള്ള വീഴ്ചയായിരുന്നു കലാശിച്ചത്. ഉടുമുണ്ടഴിഞ്ഞു. കലശം കയ്യിൽ നിന്നും വഴുതി മൺകുടം പ്ലാറ്റ്ഫോമിലെ സിമന്റ് സ്ലാബിൽ തട്ടി ചിഹ്ന ഭിന്നമായി. ചിതാഭസ്മധൂളികൾ കാറ്റിൽ പറന്നു. ഹരിശങ്കരന്റെ നെഞ്ചിലൂടെ ഒരിടിവാൾ പൊളഞ്ഞു. സ്തംഭനായിപ്പോയ ഒരു നിമിഷം. ഗുരുതരമായ ഭവിഷ്യത്താണ് സംഭവിച്ചിരിക്കുന്നത്. പരിണിതഫലം എന്താണെന്ന് പ്രവചിക്കാൻ വയ്യ. ഇങ്ങനെയൊന്നും സംഭവിക്കരുതായിരുന്നു. ചിതാഭസ്മത്തിന്റെ ഒരു തൂളി പോലും കടലിലൊഴുക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞത്. കുനിഞ്ഞിരുന്ന് കണ്ണീരൊഴുക്കുന്ന ഹരിശങ്കരനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു ഗുരുജി. ആകെ വിഹ്വലതയായിരുന്ന വിവശഭാവമായിരുന്നു അവന്റെ മുഖത്ത്. ഒന്നും എന്റെ തെറ്റായിരുന്നില്ല ഗുരുജി. നിമിത്തങ്ങളെല്ലാം തുടക്കത്തിൽ എനിക്ക് അനുകൂലമായിരുന്നു. എവിടെയാണ് പിഴച്ചതെന്ന് എനിക്കറിയില്ല. പ്ലാറ്റ്ഫോമിൽ ചിതറിയ ഭസ്മം അത്രയും തൂത്തുവാരി ഉത്തരയത്തിൽ കെട്ടി ഞാൻ കടപ്പുറത്തെത്തിയതായിരുന്നു. വീശിയെടുക്കുന്ന കാറ്റിൽ ഉത്തരയും അഴിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഒരു കൊച്ചു ചുഴലിക്കാറ്റ് റെയിൽവേ സ്റ്റേഷൻ മുതൽ വിടാതെ എന്നെ പിന്തുടരുകയായിരുന്നു. പൂജാരികളൊന്നും കടൽക്കരയിലുണ്ടായിരുന്നില്ല. അടഞ്ഞുകിടന്നിരുന്ന ജഗന്നാഥ ക്ഷേത്രത്തിലെ ഓട്ടുമണികൾ ഒരു ദുർനിമിത്തം പോലെ ഇടതടവില്ലാതെ ചിലമ്പിക്കൊണ്ടിരുന്നു. എന്നിട്ടും ഞാൻ കടലിലേക്കിറങ്ങി. മുങ്ങാൻ തുടങ്ങും മുൻപ് കൈവെള്ളയിൽ പറ്റിയിരുന്ന ഭസ്മശകലം പോലും കാറ്റ് നക്കിയെടുത്തിരുന്നു. ഹരിശങ്കരൻ തേങ്ങിപ്പോയി. ഒട്ടും പ്രിയതരമല്ലാത്തൊരു വാർത്ത കേട്ട് വിവശതനായിരുന്നു കുരുമുഖത്തും. ചതിവ് പറ്റിയല്ലോ ഹരിശങ്കര, അദ്ദേഹം അറിയാതെ മന്ത്രിച്ചുപോയി. അവന്റെ ആ ഇരിപ്പു തന്നെ ഏതാനും നിമിഷം നോക്കിയിരുന്നു ഗുരുജി. എന്തോ ആലോചിച്ചുറച്ച് പൂജാമുറിയിലേക്ക് നടന്നു. ഒരു കറുത്ത ചരടുമായി അദ്ദേഹം പുറത്തു വരാൻ വൈകിയില്ല. ആ ചരട് ഹരിശങ്കരന്റെ കൈത്തണ്ടയിൽ കെട്ടിക്കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതഴിഞ്ഞു പോകാതെ നോക്കിക്കോളൂ. നിനക്കേതായാലും അപകടമൊന്നും സംഭവിക്കില്ല. പിന്നെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കപ്പോൾ ആലോചിക്കാം. നീ കലശവുമായി പോകുന്നത് ഈ നാട്ടിലാരെങ്കിലും കണ്ടുവോ? ഞാൻ യാത്ര തിരിക്കുമ്പോൾ ശ്രീമംഗലം ഗ്രാമം ഉണർന്നു തുടങ്ങുന്നതേ തന്നെ ഇല്ല. ഗുരുജി ഒന്ന് ഇരുത്തിമൂടി. ശരി, നീ പൊയ്ക്കോളൂ. കഥയൊന്നും ഇല്ലത്താരും അറിയരുത്. അഥവാ ആരെങ്കിലും തിരക്കിയാലും എല്ലാം ശുഭമായെന്ന് തന്നെ പറഞ്ഞോളൂ. ഹരിശങ്കരൻ തലകുണുക്കി. ഇല്ലത്തുനിന്നും ഇറങ്ങി നടക്കുന്ന അവനെ അകലെ എത്തുവോളം ഗുരുജിയുടെ കണ്ണുകൾ പിന്തുടർന്നു. ആ മുഖത്തു തികച്ചും മ്ലാനമായിരുന്നു അപ്പോൾ. ദുർവിധി തന്നെ. നാരായണന് മോശം നൽകാനും കൂടി തടസ്സമുണ്ടായിരിക്കുന്നു. ഇനിയെല്ലാം വരും പോലെയാവട്ടെ. ഗുരുജി തന്റെ വിശ്രമമുറിയിലേക്ക് മടങ്ങി. രാത്രി. ഹരിശങ്കരൻ ആദ്യമായി രാത്രിയെ ഭയന്നു. ഇല്ലത്തെത്തിയതിനു ശേഷം പുറത്തേക്ക് അവൻ ഇറങ്ങിയതേയില്ല. താനൊരു മഹാ അപരാധം ചെയ്തുവെന്ന തോന്നൽ അവനെ നിരന്തരം വീട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ചിതാഭസ്മത്തിന്റെ ഒരു തൂളിയെങ്കിലും പാപനാശത്തിലൊഴുക്കാൻ കഴിഞ്ഞില്ല. ഏതു ദുർദശാന്തിയിലാണ് താൻ കലശവുമായി ഇറങ്ങി തിരിച്ചത്? ഹരിശങ്കരനെ ആലോചിക്കാൻ ആ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിന്റെ യാമങ്ങൾ കറുത്ത പൂക്കളായി നിരക്കെ വിരിഞ്ഞു. രാവേറെ ചെന്നിട്ടും ഹരിശങ്കരന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അമ്മാവന് പ്രബലരായ ശത്രുക്കളാണുള്ളത്. അങ്ങനെ ആരെങ്കിലും ഉള്ളതായി പറഞ്ഞു കേട്ടിട്ടില്ല. ഒരിക്കൽ പോലും അമ്മാവനെ ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്തിട്ടില്ല. എല്ലായ്പ്പോഴും തന്നെ ആശ്വസിപ്പിക്കാറുള്ള ഗുരുജി പോലും ഇന്ന് മൗനത്തിലായതെന്തേ? നേർക്കുനേരെ നിന്ന് അമ്മാവനോട് സംസാരിക്കാൻ തന്നെ ആളുകൾക്ക് ഭയമായിരുന്നു. അജാനബാഹുവായ അമ്മാവൻ കാഴ്ചയിൽ ഭയമായിരുന്നു സമ്മാനിച്ചത്. പക്ഷേ ആ വലിയ ശരീരത്തിനുള്ളിൽ എത്രയോ പാവമായ ഒരു മനസ്സായിരുന്നു. സ്നേഹസമ്പന്നമായ ഹൃദയത്തിന്റെ ഉടമയായ അമ്മാവനെ കൊലപ്പെടുത്തിയിട്ട് ആർക്കെന്ത് നേടാനുണ്ട്? തീർച്ചയായും അതൊരു സ്വാഭാവികമായ മരണമായിരുന്നില്ല. യാഥാർത്ഥ്യം എന്തെന്ന് ഒന്നറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പുറത്ത് വല്ലാത്തൊരു പിശുറൻ കാറ്റ് വീശുന്നുണ്ടോ? തന്റെ മുറിവാതിൽ ആരോ മൃദുവായി മുട്ടിവിളിക്കുന്നു.
ഹരിശങ്കർ വാതുക്കലേക്ക് തുറച്ചു നോക്കി. ഇല്ല, പൂർണ്ണമായും ഉറക്കത്തിന്റെ കരവലയത്തിൽ ഒതുങ്ങിക്കിടപ്പാണ്. ഈ നേരത്ത് താനല്ലാതെ ആരും ഈ ശ്രീമംഗലം തറവാട്ടിൽ ഉറങ്ങാതുണ്ടാവില്ല. വീണ്ടും ആ ശബ്ദം. അതെ, ആരോ മുട്ടി വിളിക്കുന്നുണ്ട്. ഹരിശങ്കരൻ പിടഞ്ഞെണീറ്റു. ആരാണ് ഈ രാവേറെ ചെന്ന നേരത്ത്? അവന്റെ വിറയാർന്ന വിരലുകൾ വാതിലിന്റെ സാക്ഷ തേടി ചെന്നു. അവൻ തുറക്കും മുമ്പേ ആരോ തള്ളി തുറന്നതുപോലെ വാതിൽപ്പാടികൾ അകത്തേക്ക് തുറന്നു. പുറത്തൊന്നും ആരുമുണ്ടായില്ല. പാതിരാവിന്റെ ഒരു കുളിർക്കാറ്റല്ലാതെ ആരും അകത്തേക്ക് വന്നില്ല. ഇരുളിലാകെ മിഴികൾ കൊണ്ട് അവലോകനം നടത്തിയിട്ട് ഹരിശങ്കരൻ വാതിൽ തൊഴുതിട്ടു. അരിക്കലാമ്പിന്റെ തിരിതാഴ്ത്തി അവൻ വീണ്ടും കിടക്കയിൽ ചെന്നിരുന്നു. കിടക്കയിലേക്ക് ചായും മുമ്പ് ഹരിശങ്കരനൊന്ന് നടുങ്ങി. തന്നെ കൂടാതെ മറ്റാരെങ്കിലും ഈ മുറിയിലുണ്ടോ? ആ തോന്നൽ ശക്തമായി അനുഭവപ്പെട്ടപ്പോൾ അവൻ വീണ്ടും മേശപ്പുറത്ത് വിളക്ക് കുറച്ചുകൂടി തെളിയിക്കാൻ വിറയാർന്ന കൈ അരിക്കലാമ്പിനേക്ക് നേരെ നീട്ടി. അപ്പോഴായിരുന്നു ഹരിശങ്കര! ഒരു കനത്ത ശബ്ദം. അമ്മാവന്റെ ശബ്ദം. അമ്മാവന്റെ സാന്നിധ്യം തൻ്റെ ഈ മുറിയിൽ മറ്റാരായിരുന്നാലും നടുങ്ങിപ്പിടഞ്ഞു പോകേണ്ടതാണ്. പക്ഷേ ഹരിശങ്കരൻ കോരിത്തരിച്ചു. ഒപ്പം വല്ലാത്തൊരു ആഹ്ലാദവും. അമ്മാവനോട് ചോദിച്ചാൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ കഴിയില്ലേ? അടുത്ത ശങ്കരം ഹരിശങ്കരൻ ചോദിച്ചു. അമ്മാവാ, അമ്മാവനെ അപകടപ്പെടുത്തിയത് ആരാണ്? അമ്മാവന്റെ മറുപടിക്കായി ഹരിശങ്കരൻ കാതോർത്തു. അധ്യായം 2. ശ്രീമംഗലം ഗ്രാമം. ഗ്രാമത്തിന്റെ മുഖശ്രീ ആയിരുന്നു ഇലഞ്ഞിക്കൽ കൊല്ലം. അത് ഒരു കാലം. ഇന്ന് പേരിന്റെ പ്രൗഢിയിലുണ്ട് ബാക്കി. ദൈവത്തെ പോലെ ഗ്രാമത്തിനും ഗ്രാമീണർക്കും അനുഗ്രഹമായി വർത്തിക്കുന്ന ഒരുപാട് മാന്ത്രികരെ സമ്മാനിച്ചില്ല. ഏറ്റവും ഒടുവിലത്തെ മാന്ത്രികനായ നാരായണൻ തിരുമേനിയുടെ കാലമായപ്പോഴേക്കും എങ്ങനെയോ ഇല്ലം ക്ഷയിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും ഇല്ലത്തുള്ളവരോട് ബഹുമാനത്തോടെ തന്നെയാണ് നാട്ടുകാർ പെരുമാറിയിരുന്നത്. പുതിയ തലമുറയ്ക്ക് അത്ര വളരെയൊന്നും അറിയില്ലെങ്കിലും 50 വയസ്സുവരെയുള്ളവർക്ക് ഇന്നും ഇലഞ്ഞിക്കൽ ഇല്ലം ഒരു ദേവസ്ഥാനം പോലെ പ്രിയങ്കരമാണ്. നാടിന്റെ വളർച്ച ഇല്ലത്തിന്റെ തളർച്ചയാവുകയായിരുന്നു. ഒരു മാന്ത്രികന്റെ സാന്നിധ്യമില്ലാതെ തന്നെ ഗ്രാമം പുലരുമെന്ന് പുതിയ തലമുറയ്ക്ക് തോന്നിയതുമാകാം. ഇലഞ്ഞിക്കൽ ഇല്ലം തികച്ചും അനാഥമായത് അമ്മാവന്റെ മരണത്തോടെയാണെന്ന് ഹരിശങ്കരന് തീർച്ചയുണ്ട്. കാലം മാറിയാലും പാരമ്പര്യം ഒരു നിധി പോലെ കാത്തു സൂക്ഷിച്ചു പോന്നതാണ്. പക്ഷേ തനിക്കത് പകർന്നു തന്നിട്ട് പോകാൻ അമ്മാവന് കഴിഞ്ഞില്ല. ഏതായാലും അമ്മാവന്റെ ഉറ്റ സുഹൃത്തായിരുന്ന ഗുരുജി ആ ദൗത്യം ഏറ്റെടുത്തു. അമ്മാവൻ നേരത്തെ പറഞ്ഞു തീരുമാനിച്ചിരുന്നു അത്രേ. തൻ്റെ ഭാഗ്യം. അമ്മാവൻ പോയതോടെ തങ്ങൾക്ക് നഷ്ടമായത് തങ്ങളുടെ ജീവിതം തന്നെയാണെന്ന് ഹരിശങ്കരന് തോന്നിയത്. അമ്മയും ഒരേ ഒരു സഹോദരി സേതുലക്ഷ്മിയും പിന്നെ താനും. 3 പേരെ ഇല്ലത്തുള്ളുവെങ്കിലും അവരുടെ 2 പേരുടെയും ഉത്തരവാദിത്തം തൻ്റെ ചുമലിലായില്ലേ? എടുക്കാൻ വയ്യാത്ത ചുമട് പ്രായമാകും മുന്നേ ചുമക്കേണ്ടി വന്നിരിക്കുന്നു. വലിയ 4 കെട്ടാണ് ഇലഞ്ഞിക്കലില്ലം. ഒരു കാലത്ത് ഈ ഇല്ലത്ത് 20ഓളം അംഗങ്ങൾ ഒരുമിച്ച് സമൃദ്ധമായി ജീവിച്ചിരുന്നു. ഒക്കെ അമ്മാവൻ പറഞ്ഞു കേൾപ്പിച്ചുള്ള കഥകളാണ്. അമ്മാവന് ഓർമ്മ വെക്കുമ്പോൾ അംഗസംഖ്യ 7ഓ 8ഓ ആയി കുറഞ്ഞിരിക്കുന്നു. സന്താനഭാഗ്യം ഇല്ലാത്തവരാണ് ഇലഞ്ഞിക്കലെ അംഗങ്ങൾ. ആർക്കും കുട്ടികളുണ്ടായില്ല. ഒടുവിൽ ആ ഭാഗ്യം ലഭിച്ചത് തൻ്റെ അമ്മയ്ക്ക് മാത്രമായിരുന്നുള്ളൂ. ഈ ഇല്ലം നിർത്തേണ്ടത് നീയാണ് ദേവകി. നിന്നിലൂടെയാണ് നാളെ ഇലഞ്ഞിക്കൽ ഇല്ലത്തിൻ്റെ പാരമ്പര്യം നിലനിൽക്കാൻ പോകുന്നത്. നിനക്കും ഹരിശങ്കരനുണ്ട്, സേതുലക്ഷ്മിയുണ്ട്. നീ ഭാഗ്യവതിയാണ്. അമ്മാവൻ എപ്പോഴും പറയാറുണ്ട്. സന്താനഭാഗ്യം ഉണ്ടാവില്ല. ഭയം കൊണ്ടാണോ അമ്മാവൻ കല്യാണം കഴിക്കാത്തത്? തറവാട്ട് മാന്ത്രികൻ നിത്യബ്രഹ്മചാരിയായിരിക്കണമെന്നാണ് വ്യവസ്ഥതയില്ലാതിരുന്നിട്ടും അമ്മാവൻ അതിന് ഒരുങ്ങിയില്ല. ഒരിക്കൽ അമ്മയോട് താൻ തിരക്കുകയും ചെയ്തതാണ്. അതൊക്കെ വലുതാകുമ്പോൾ നിനക്ക് മനസ്സിലാവും. അത്രയും പറഞ്ഞ് ഒഴുകിയായിരുന്നു അമ്മ. തന്നോടെന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ. സേതുലക്ഷ്മി ഓട്ട് ഗ്ലാസ്സിൽ കാപ്പിയുമായി വന്നു. ചേട്ടനെന്താ ഇന്ന് ഗുരുജിയെ കാണാൻ പോണില്ലേ? മുറിയിൽ നിന്ന് ഇറങ്ങിയതേയില്ലല്ലോ. പോകാൻ തുടങ്ങിയ സേതു. ഇന്നലത്തെ യാത്രാക്ഷീണം ബാക്കിയുണ്ട്. അല്ലാതെ മഞ്ഞത്തേക്ക് ഇറങ്ങാനുള്ള മടിയുണ്ടല്ല. അതോ കുളിക്കാനുള്ള മടിയോ? സേതുലക്ഷി കിലുകിലാ ചിരിച്ചു. ഗ്ലാസും എടുത്ത് പുറത്തേക്കിടുമ്പോൾ പറയുകയും ചെയ്തു. എങ്കിൽ ഞാൻ കുളത്തിലോട്ട് പോയി വന്നിട്ട് ഏട്ടൻ പോയാൽ മതി. സേതുലക്ഷ്മി തോർത്തും സോപ്പോട്ടയും എടുത്ത് വളപ്പിലെ കുളത്തിലേക്ക് പോകുമ്പോഴും ഹരിശങ്കരൻ ഇരുന്നിടത്ത് നിന്നും ഇളകിയിരുന്നില്ല. അവളെ കാണുമ്പോൾ അമ്മയുടെ മാത്രമല്ല തൻ്റെ നെഞ്ചിലും തീയാണ്. ദിവസേന എന്നോണം അവൾ വളർന്നു വരികയാണ്. 16 വയസ്സേ ഉള്ളുവെങ്കിലും 20ന്റെ വളർച്ച. ഇല്ലത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ അവൾക്കൊരു വേളിയെക്കുറിച്ച് ആലോചിക്കുന്നത് എങ്ങനെ? സമയമാവുമ്പോൾ ഒക്കെ നടക്കും. ഹരിശങ്കര എന്ന ഗുരുജിയുടെ വാക്ക് മാത്രമുണ്ട് ഒരു സമാധാനത്തിൽ. ഗുരുജി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു തങ്ങളുടെ അവസ്ഥയെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നേരം പുലർന്നാലുടൻ ഗുരുജിയുടെ അടുത്തേക്കാണ് പാഞ്ഞു ചെല്ലണമെന്ന് രാത്രി തന്നെ തീരുമാനിച്ചതാണ്. രാത്രിയിൽ തനിക്കുണ്ട അനുഭവങ്ങളെക്കുറിച്ച്
ഇന്നലെ വർക്കലയുണ്ടായത് ഗുരുജിയോട് പറയാത്ത കാര്യങ്ങളെക്കുറിച്ചും പറയണം. ഇനിയും ഇരുന്നാൽ ശരിയാവില്ല. ഹരിശങ്കരൻ എഴുന്നേറ്റു. സപ്തവർണ്ണങ്ങളും തമ്മിൽ പിണഞ്ഞും അഴിഞ്ഞും വീണ്ടും കൊരുത്ത് വിഭ്രാത്മകരമായ ഒരു ചുഴി പോലെ, സ്തൂപം പോലെ മുകളിലേക്കുരുങ്ങിയിരുന്നു. ആ ചുഴിയിൽ പൊട്ടിത്തെറിച്ച കലശത്തിലെ അവസാന തുള്ളി പോലും ലയിച്ചു ചേർന്നിരിക്കുന്നു. കാണെ ആ നിറങ്ങൾ മങ്ങി. പിന്നെ ഒരു ചുഴലിക്കാറ്റ് മാത്രം. ആ ചുള്ളിയാണ് എന്നെ വിടാതെ പിന്തുടർന്നത്. കാറ്റിൽ ചിലമ്പുന്ന ഓട്ടുമണികളുടെ ശബ്ദം കേൾക്കാമായിരുന്നു. കടൽക്കരയിൽ അപ്പോഴും എന്നെ ചൂഴ്ന്ന ആ ചുഴി ഉണ്ടായിരുന്നു. ഉറ്റുനോക്കിയാൽ ഏതോ ഭയാനക രൂപം പോലെ തോന്നുമായിരുന്ന ചുഴി. കടലിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയ എന്നെ തീരത്തേക്ക് വലിഞ്ഞെറിഞ്ഞതും അതേ ചുഴലിക്കാറ്റ് തന്നെയായിരുന്നു. അമ്മാവന്റെ ചിതാഭസ്മം കടലിൽ വീഴരുതെന്ന് ഷാഢ്യം പിടിക്കുന്നത് പോലെയായിരുന്നു അത്. അതേ വർണ്ണസ്തൂപം ഞാൻ എൻ്റെ മുറിയിൽ കണ്ടു. അവ്യക്തമായ ഭയാനക രൂപത്തിൻ്റെ സാമ്യം അറിഞ്ഞു. ഞാൻ ഇന്നലെ ഗുരുജിയോട് ഇത്രയും വിശദമായി പറഞ്ഞില്ല. ഹരിശങ്കരൻ കിതച്ചു. അവൻ്റെ ശരീരം അപ്പാടെ വേർപ്പിൽ കുളിച്ചു. വിഹ്വല നേത്രങ്ങൾ ആരെയോ ഭയപ്പെടുന്ന പോലെ അവൻ ചുറ്റി തിരിയുന്നുണ്ടായിരുന്നു. ഗുരുജിയുടെ നേത്രങ്ങൾ കാരുണ്യത്തോടെ അവനെ നൊഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സും അസ്വസ്ഥമാണെന്ന് തീർച്ച. മുറിയിൽ അമ്മാവൻ്റെ ശബ്ദം കേട്ടത് സത്യമാണെന്നാണ് ഞാൻ കരുതി. പക്ഷേ അന്നേരം അതെൻ്റെ വെറുമൊരു വിഭ്രാന്തി മാത്രമായിരുന്നു. ഒന്ന് മയങ്ങാൻ കൊതിച്ച് ഞാൻ കണ്ണും പൂട്ടിക്കിടന്നു. ചെറിയൊരു മയക്കം തോന്നുകയാണ് ചെയ്തത്. അപ്പോഴാണ് വാതിലിൽ മുട്ടുന്ന ശബ്ദം ഞാൻ വീണ്ടും കേൾക്കുന്നത്. ഹരിശങ്കർ ഗുരുജിയോട് അല്പം കൂടി അടുത്തിരുന്നു. ഞാൻ ചെന്ന് വാതിൽ തുറന്നു. അപ്പോഴും പുറത്തൊന്നും കാണാനുണ്ടായിരുന്നില്ല. ഒരു പിശുരം കാറ്റ് തൊടിയിൽ അലഞ്ഞിരുന്നു. വീണ്ടും വാതിലടയ്ക്കാൻ തുടങ്ങും മുൻപ് മുറിക്കകത്തുനിന്നും അമ്മാവൻ്റെ ശബ്ദം പിന്നെയും ഞാൻ കേട്ടു. ഹരിശങ്കരാ, ഇത് ഞാനാടാ. ഞാൻ നടുങ്ങിപ്പിടഞ്ഞ് വാതിലുകൾ മലർക്കെ തുറന്നു. പിന്നെ സ്വയം അടഞ്ഞു. കട്ടിലിലേക്ക് വല്ല വിധേനയും ഞാൻ ചെന്ന് വീഴുകയായിരുന്നു. എൻ്റെ കണ്ണുകളിലും അർദ്ധരാത്രിയുടെ ഇരുട്ടായിരുന്നു. ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അങ്ങനെ കിടക്കെ കടൽക്കരയിൽ കണ്ട ദൃശ്യം വീണ്ടും ഞാൻ കണ്ടു. റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ തെറിച്ചുപോയ ചിതാഭസ്മധൂളികൾ എൻ്റെ മുറിയിൽ ഒരു ചുഴി പോലെ കറങ്ങുന്നു. അത് പിന്നെ ലക്ഷക്കണക്കിന് ഉറുമ്പും കൂട്ടങ്ങൾ വരിവരിയായി നീങ്ങും പോലെ ചുമരുകളിലൂടെ അരിച്ചരിച്ചു കയറുന്നു. മുറിയുടെ വട്ടത്തിൽ ഒത്തുകൂടിയ തൂലികൾ താഴേക്കൊരു സ്തൂപമായി ചുഴിയായി ഇറങ്ങി വന്നു. അവ്യക്തമായ ഭീകരമായ ആരൂപത്തിൻ്റെ സാന്നിധ്യം ചുഴികൾക്ക് നടുവിൽ ഞാൻ കണ്ടു. പുറത്തെവിടെയൊക്കെയോ നായ്ക്കളുടെ നീണ്ട മോങ്ങലുകൾ കേൾക്കാനുണ്ടായിരുന്നു. ഞാൻ മയക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. എന്നിട്ടും അമ്മാവൻ്റെ ശബ്ദത്തിൽ ഞാൻ കേട്ടു, ഹരിശങ്കരാ, ഞാൻ അപകടത്തിലാണ്. എനിക്ക് മോചനം നൽകടാ. എന്നെ ബന്ധിക്കാൻ അവർ പിന്നാലെയുണ്ട്. മോക്ഷം വേണ്ട, മോചനം നൽകടാ. എന്നിട്ടും എൻ്റെ ചോദ്യത്തിന് അമ്മാവൻ മറുപടി പറഞ്ഞില്ല. അമ്മാവനെ അപകടപ്പെടുത്തിയത് ആരാണെന്നുള്ള ചോദ്യത്തിന് അത്രമാത്രം. പിന്നീടൊന്നും കേട്ടില്ല. ബോധം തന്നെ നഷ്ടപ്പെട്ടുവോ എന്ന് സംശയം. ഉണർന്നപ്പോൾ വെയിൽ പരന്നിരുന്നു. ഹരിശങ്കരൻ്റെ ശരീരം വേർപ്പിൽ കുളിച്ചിരുന്നു. അവനെ അടിമുടി വിറച്ചിരുന്നു. മുറിയുടെ മൂലയിൽ കൂജയിലിരുന്ന വെള്ളം അപ്പാടെ അവൻ വായിലേക്ക് കമഴ്ത്തി. ഗുരുജിയുടെ കരുണാർദ്ധമായ നേത്രങ്ങൾ അവൻ്റെ ചലനങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു. അപകടങ്ങളുടെ, അതിലും വലിയ നടുക്കങ്ങളുടെ ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് ഗുരുജിക്ക് തീർച്ചയായി. ചതിവ് പറ്റിയിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്ന് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. ഹരിശങ്കരൻ പറഞ്ഞതിലൊന്നും കള്ളമില്ലെന്നുറപ്പാണ്. മോചനം കൊതിക്കുന്നവരുടെ ആത്മാവുകൾ ഇഷ്ടപ്പെടുന്നവരുടെ സ്വപ്നങ്ങളിലെത്തി കാര്യങ്ങൾ കേൾപ്പിക്കുന്നത് സർവ്വസാധാരണമാണ്. ഇവിടെ ഹരിശങ്കരൻ്റെ സ്വപ്നത്തിൽ പോലും നാരായണൻ്റെ ആഗമനം ഉണ്ടായിരിക്കുന്നത് ഉണർവിൽ തന്നെ. നീ ഇന്നിവിടെ നിൽക്കൂ. ഇല്ലത്ത് ചെന്ന് പറയണമെങ്കിൽ ചെന്നിട്ട് പോന്നോളൂ. നമുക്കിന്ന് രാത്രിയിൽ ചില കർമ്മങ്ങൾ ചെയ്യാണ്ട്. നാരായണൻ്റെ ശത്രുക്കൾ ആരാണെന്ന് വല്ല സൂചനയും ലഭിച്ചാൽ അത് പ്രയോജനപ്പെടും. അവർ പിന്നാലെയുണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. ആരാണെന്ന് പറഞ്ഞുവോ? ഗുരുജി അവൻ്റെ നേരെ നോക്കി. അവൻ ഇല്ലെന്ന് തലയാട്ടി. സാരമില്ല, ഇന്ന് ഇവിടെ വെച്ച് നമുക്ക് നാരായണൻ്റെ സാന്നിധ്യമുണ്ടാക്കാം. എല്ലാം ചോദിച്ചറിയാം. വേണ്ടതെന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടതിനെക്കുറിച്ച് അപ്പോൾ നമുക്ക് ആലോചിക്കാം. നീ ധൈര്യമായിരിക്കും. നീ ഭയപ്പെടും പോലെ ഒന്നും ഉണ്ടാവില്ല. ഇല്ലത്തെല്ലാവരോടും ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളാൻ പറയണം. പ്രത്യേകിച്ച് അന്തർജനങ്ങളോട്. രാത്രിയായാൽ ക്ഷേത്രത്തിലേക്കാണെങ്കിലും യാത്ര വേണ്ടെന്ന് പറഞ്ഞോളൂ. ഇനി എന്താണ് വേണ്ടതെന്ന് രാത്രിയിൽ കർമ്മങ്ങൾക്ക് ശേഷം ഞാൻ പറയാം. ഹരിശങ്കരന് മനസ്സിലാവണമുണ്ടോ? ഉവ്വ്. മറ്റെന്തോ കൂടി പറയാൻ ഗുരുവിനാവെടുത്തു. നേരത്തെ വെട്ടത്തിൽ നിന്നൊരു കറുത്ത പല്ലി പരിഹാസ ശബ്ദത്തിലൊന്ന് ചിരിച്ചു. ഗുരുജിയുടെ കണ്ണുകൾ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നെറ്റിയിൽ സംശയത്തിൻ്റെ ചുളിവുകൾ, കണ്ണുകളിൽ അത്ഭുതത്തിൻ്റെ ലാഞ്ചനയും. പല്ലിയേക്ക് നേരെ ഗുരുജിയുടെ മുഖത്തേക്കും ഹരിശങ്കരൻ മാറി മാറി നോക്കി. എന്തോ ഒരു സംശയം, എന്തിനോ ഒരു ഭയം. ഇരുന്നിടത്ത് നിന്നറിയാതെ അവൻ എണീറ്റുപോയി. അപശകുനം പോലെ ചിരിച്ച പല്ലിയെ അവഗണിച്ച് വീണ്ടും
ഹരിശങ്കരനോട് എന്തോ പറയാൻ മിഴികൾ താഴ്ത്തുവേ ഗുരുജിയെ പോലും നടക്കിക്കൊണ്ടത് സംഭവിച്ചിരുന്നു. വെട്ടത്തിലിരുന്ന പല്ലി താഴെ കടന്നു വീണു. കൃത്യമായും ഗുരുജിയുടെ ഇടതു തോന്നി. ഗുരുജിയുടെ അത്ഭുതം പക്ഷെ അതൊന്നുമായിരുന്നില്ല. താഴേക്ക് വീണ പല്ലിക്കപ്പോൾ ജീവനുണ്ടായിരുന്നില്ല. കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ആ ജീവിയെ മറിച്ചിട്ടും തിരിച്ചിട്ടും പരിശോധിച്ചു. അപ്പോഴും ആശങ്കയാണ് ഗുരുജിക്ക് ബാക്കി. ഇത്തരം ഒരു ഗൗളിയെ ഈ ഇല്ലത്ത് കണ്ടിട്ടില്ല. പോരെങ്കിൽ ഇപ്പോൾ ചിലച്ച ആ ജീവി ചത്തു വീണിരിക്കുന്നു. ഗുരുജി ചിന്താധീനനായി ഒരേ ഒരു നിമിഷം മാത്രം. പെടുന്നനെ വെളിപാടുണ്ടായതുപോലെ ഉഗ്രമായി അദ്ദേഹം ഞെട്ടി. കൂട് വിട്ട് കൂടുമാറൽ, അതും ഒരു ഗൗളിയുടെ ശരീരത്തിലേക്ക്. ഉഗ്രഭാവരായ മാന്ത്രികർക്ക് പോലും കഴിയാത്ത പ്രയോഗം. വരാൻ പോകുന്ന വലിയ അപകടത്തിൻ്റെ മുന്നറിയിപ്പ്. ഹരിശങ്കര, നീ ഇപ്പോൾ തന്നെ ഇല്ലത്തേക്ക് ചെല്ലേ. ഒരു നിലവിളി പോലെയാണ് ഗുരുജിയുടെ തൊണ്ടയിൽ നിന്നണഞ്ഞത്. സംശയിച്ചു നിന്ന് അവനെ കോപത്തോടെ ശകാരിച്ചുകൊണ്ട് അലറി. വേഗം ചെല്ല്, നിന്റെ സാന്നിധ്യം ഇപ്പോൾ ആവശ്യമുണ്ട്. കാര്യങ്ങൾ പിന്നെ മനസ്സിലാവും. ഒരു നിമിഷം കളയരുത്. പോകൂ. ഹരിശങ്കരൻ പൂങ്കുല പോലെ വിളയ്ക്കാൻ തുടങ്ങി. ഇല്ലത്തേക്ക് കുതിക്കുമ്പോൾ കാലുകൾ ഇടറുന്നതും തളരുന്നതും മനഃപൂർവ്വം മറയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ. പ്രിയമുള്ള കൂട്ടുകാരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. നമ്മുടെ അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.